ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി 141 സങ്കീർത്തനം 1 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. Psalms 141 വേർഡ്സ് 1. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരേണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദാവീദിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന ആ നിലവിളിയിൽ താൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഗീവ് ഇയർ ടു മൈ വോയിസ് വെൻ ഐ ക്രൈ ഔട്ട് ടു യു. ഞാൻ നിന്നോട് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം അരുളേണമേ. ദാവീദ് നിരവധി തവണ അനേക പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവം ദാവീദിനെ ആ പ്രത്യേക സന്ദർഭങ്ങളിൽ വിടുവിച്ചതായിട്ടും നാം കാണുന്നുണ്ട്. വളരെ പരിചിതമായ 34 സങ്കീർത്തനം 4 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. 34 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്കേവർക്കും പരിചയമുള്ളതാണ്. അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നോട് നിലവിളിച്ചപ്പോൾ യു ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ്. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ വിടുവിക്കുക ഉണ്ടായി. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് എണ്ണിപ്പറയുവാൻ കഴിയുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. താൻ ദൈവം മുമ്പാകെ തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ, താൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ നിന്നെല്ലാം തന്നെ വിടുവിക്കുകയുണ്ടായി. ഇവിടെയും ദാവീദ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി എന്നെ സഹായിക്കണമേ. ഈ വാക്ക് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതിന് ഒരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ദാസനായ ദാവീദ്, ആ ദാവീദിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. ആ ദാവീദിനെ ദൈവം തൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ദാവീദ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവം ദാവീദിന് തൻ്റെ അപേക്ഷ കേട്ട് ഉത്തരം നൽകി സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഗൊൽഗോഥായിൽ ഉയർത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിലേക്കാണ്. അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ച് മരിക്കുവാൻ അവിടുന്ന് മനസ്സ് കാണിക്കുകയുണ്ടായി. ഗത്സമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച് ഉത്തരം നൽകിയ ഏത് ദൈവമാണോ അതേ ദൈവത്തോട് നമ്മുടെ കർത്താവ് നിലവിളിക്കുകയുണ്ടായി: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാൽ ശ്രദ്ധിക്കുക, യാതൊരു ഉത്തരവും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഹെവൻ വാസ് സൈലന്റ്, ദെർ വാസ് നോ ആൻസർ ഫ്രം ഹെവൻ. ഒരു ഉത്തരവും സ്വർഗത്തിൽ നിന്ന് ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു. നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ഹി ക്രൈഡ് ഔട്ട് വിത്ത് എ ലൗഡ് വോയിസ്. അവിടുന്ന് ഉറച്ച ശബ്ദത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവം ആ പുത്രന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ മൗനമായിട്ടിരുന്നു എന്നല്ലയോ നാം മനസ്സിലാക്കേണ്ടത്. ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് നിരവധി സമയങ്ങളിൽ തൻ്റെ ഭയങ്ങളിൽ നിന്ന് തന്നെ വിടുവിച്ച സർവശക്തനായ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് ഏറ്റവും വേദനാജനകമായ മരണം വരിക്കുകയും ചെയ്തപ്പോൾ അവിടെ കിടന്നുറക്ക നിലവിളിച്ചിട്ട് ഒരു ഉത്തരവും കൊടുത്തില്ല. ഇന്ന് രാവിലെ അതിനൊറ്റ ഉത്തരമേ പറയുവാനായിട്ടുള്ളൂ. എന്തുകൊണ്ട് ഉത്തരം ലഭിച്ചില്ല? എന്തുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചില്ല? അതിന് കാരണം എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം നമ്മെ അത്രത്തോളം സ്നേഹിച്ചു. ദൈവത്തിന്റെ അത്രത്തോളമുള്ള അപാരമായ സ്നേഹം എൻ്റെ മേൽ ദൈവം കാണിച്ചത് കൊണ്ട് എന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്ക് വേണ്ടി തൻ്റെ പൊന്നോമന പുത്രന്റെ
പ്രാർത്ഥന കേൾക്കാതെ, നിലവിളി കേൾക്കാതെ സ്വർഗം മൗനമായിട്ടിരുന്നു. ഇന്ന് രാവിലെ ആ സ്നേഹത്തിന് മുമ്പാകെ നന്ദിയുള്ള ആദരങ്ങളോടെ സ്തുതിസ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാം. എല്ലാ ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ നമുക്കിന്ന് പ്രഭാതത്തിൽ അർപ്പിക്കാം. കർത്താവെ, അങ്ങ് നിലവിളിച്ചിട്ടും ആ നിലവിളിക്ക് സ്വർഗം ഉത്തരം തരാത്തതിൽ യാതൊരു പരിഭവവും കൂടാതെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നു. എത്ര നിസ്തുല്യമായ മരണം, എത്ര നിസ്തുല്യമായ ജീവിതം, എത്ര നിസ്തുല്യമായ പുനരുത്ഥാനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സർവ്വ ബഹുമാനവും സ്തുതിയും സ്തോത്രവും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കാം. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.